ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരള ഗേളിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ഉദയത്തിന് മേടം 10-ന് എന്താണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ചെടികൾ നടാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫലവൃക്ഷ തൈകളാണ്. അതെങ്ങനെയാണ് നടുന്നത്, നടീൽ രീതികൾ, അതൊക്കെ പരിചയപ്പെടുത്തുവാണ്. നമ്മൾ ഇതിന് വേണ്ടി ഒരു മിക്സ്ചർ തയ്യാറാക്കുന്നുണ്ട്. നടുന്നതിന് മുമ്പ് തന്നെ 5.5 കിലോ ചാണകപ്പൊടി, ഓരോ കിലോ റോക്ക് ഫോസ്ഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ കുമ്മായം, ഇതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. കുമ്മായം കൂടെ മിക്സ് ചെയ്യുന്നില്ല, പകരം റോക്ക് ഫോസ്ഫേറ്റും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചാണകപ്പൊടി എടുക്കാം, കൂടുതലെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര നമ്മൾ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ പാത്രം എടുത്തു നമ്മൾ സെപ്പറേറ്റായിട്ട് കുമ്മായം കൊണ്ടുപോവാണ്. ചെന്നു കുഴിയെടുക്കുകയാണ്. കുഴിയെടുക്കുന്നത് 2.5 അടി ആഴത്തിലാണ് ഈ കുഴിയെടുക്കുന്നത്. അപ്പം ഓരോ മണ്ണനുസരിച്ച് നമ്മൾ കുഴിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യത്യാസപ്പെടും. അപ്പം നമുക്കൊരു മരം പിടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ അറിയുന്ന ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി നടുവാണെങ്കിൽ ബെറ്ററാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറേ ഫലവൃക്ഷ തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് അബിയു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിതുവരെ ഇവിടെ വയ്ക്കാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ അബിയു വാങ്ങിച്ചു. ഒരു ഫലവൃക്ഷ തൈയാണ്. റംബൂട്ടാൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള പുലാസാൻ, അതുപോലെ റംബൂട്ടാന്, പിന്നെ സപ്പോട്ട 2 പിന്നെ 3.5 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈ ഒരെണ്ണം, അങ്ങനെ കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടാൻ കാണിക്കുന്നത് അബിയു ആണ് കേട്ടോ. അബിയുവും പുലാസാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്തൊക്കെ തരമാണ് നമ്മൾ വാങ്ങിയതെന്ന്. ഇതൊക്കെ നമ്മൾ ഹോം ഗ്രോൺ എന്ന് പറയുന്ന പ്ലാന്റേഷൻ്റെ അവിടെ പോയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ കാണിക്കാമേ. ഒരുപാട് ഇനം ഫലവൃക്ഷ തൈകൾ അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഹോം ഗ്രോൺ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ. പുലാസാൻ P15 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം ഓരോന്നിനും ഒരു പേരും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരികയും ചെയ്യും. കുഴിയെടുത്ത് കുഴിയിൽ ആദ്യത്തെ റൗണ്ട് ഈ മിശ്രിതം ഇട്ടു, അതിന് ശേഷം കുമ്മായം ഇട്ടു, ഇനി അടുത്ത റൗണ്ട് മണ്ണ് നിറയ്ക്കും, അതിനപ്പുറത്തേക്ക് വീണ്ടും ഇടും. അങ്ങനെ പല റൗണ്ടായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇട്ട ആ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്. സംഭവം ഏതാണ്ട് പിടികിട്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, നമ്മൾ ഈ പറഞ്ഞ ഈ മിശ്രിതങ്ങളൊക്കെ കൃത്യമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ഫലവൃക്ഷത്തിൻ്റെ ആ ഒരു ഫലം കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ വെച്ചില്ല ചിലപ്പോൾ പിടിക്കണം എന്നില്ല. അപ്പം നമ്മൾ തയ്ക്കുന്ന സമയത്തൊരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും മിഡിലിൽ വേണം, കുഴിയുടെ ഒത്ത നടുക്കാണ് വെക്കേണ്ടത്. അത് അളന്നാണ് വെച്ചത്. അത് വീഡിയോയിൽ ഞാൻ ചേർക്കുന്നില്ല, കാരണം വലിയ ലോങ് വീഡിയോ ആയി പോവും. അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഒത്ത നടുക്ക് വയ്ക്കുക. അതുപോലെ തന്നെ വയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക്കോട് കൂടി ഇറക്കിയിട്ട് ഒരു ബ്ലേഡ് കൊണ്ട് പതിയെ കീറി മണ്ണും വേരും ഒട്ടും പോവാത്ത രീതിയിൽ പ്ലാസ്റ്റിക് വേർപെടുത്തി എടുക്കണം. ഇപ്പം സാധാരണ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ മണ്ണൊക്കെ ഇളക്കി അതിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അത്രയും നല്ലതല്ല. ഈ മണ്ണോട് കൂടി തന്നെ നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെച്ചു. അതിനുശേഷം വീണ്ടും മണ്ണ് ഓരോ സൈഡിൽ നിന്ന് നമ്മൾ മണ്ണ് തൂമ്പ കൊണ്ട് കോരി ഇടുവാണ്. അപ്പോൾ അതിട്ട് ആ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. ഈ പുലാസാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു തൈയായിരുന്നു. കാരണം ഒത്തിരി നാളായിട്ട് ഇതിങ്ങനെ ഒരു വട്ടം ഇങ്ങനെ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ആഗ്രഹിച്ചാണ് നമുക്കിവിടെ പുലാസാൻ വേണം. അല്ലെ, നമ്മൾ ഓരോ ചെടികളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ ഇട്ടു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടെ വിതറിയിട്ടുണ്ട്. നമ്മുടെ മിശ്രിതം വിതറി പിന്നെ നമ്മൾ നല്ലപോലെ അത് ഉറപ്പിച്ചൊന്ന് കൊടുക്കണം. നല്ലപോലെ ഉറപ്പിച്ചൊക്കെ കൊടുക്കണം. ആ ഒരു റൗണ്ട് എല്ലാം ഓക്കെ എന്ന് നോക്കിയിട്ട് കുമ്മായം ഒന്ന് വിതറി കൊടുക്കുവാണിങ്ങനെ. അപ്പോൾ വിതറി കറക്റ്റായ രീതിയിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ നടുന്ന ഒരു മണ്ണിൻ്റെ ആ ഒരു സംഭവം കൂടി ഒന്ന് ഓർക്കണം. അതായത് ഓരോ മരത്തിനനുസരിച്ച് വേണം സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട്. അത് സൺലൈറ്റ് കൂടുതൽ വേണ്ട പ്ലാന്റ്സിന് അങ്ങനെയുള്ള സ്ഥലത്തും, സൂര്യപ്രകാശം വേണ്ട ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് അങ്ങനെയും നടണം. അബിയുമൊക്കെ ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. ഇത് ആ ഒരു അളവെടുക്കുന്ന രീതിയാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാണ്. പിന്നെ ചില സൺലൈറ്റ് കൂടുതൽ വേണ്ട റംബൂട്ടാന്, പുലാസാന്, ഇവയ്ക്കൊക്കെ സൺലൈറ്റ് കൂടുതൽ വേണം. അപ്പം എങ്ങനെയാണ് ആ ഒരു കറക്റ്റായ രീതിയിൽ അത് നമ്മൾ മണ്ണിനകത്ത് വെച്ച ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് റിമൂവ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാവും. നമ്മൾ വിചാരിക്കുമ്പോൾ ചുമ്മാ നമ്മൾ കൊണ്ടുപോയി കിളിപ്പിച്ചൊക്കെ എടുക്കത്തില്ലേ, അങ്ങനെ എല്ലാ പഴങ്ങളുടെ തൈകളും കായ്ക്കില്ല. ഇപ്പോൾ എടുക്കുമ്പോൾ ഒരു ചെറിയ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങിയാണ്, പക്ഷെ എന്നാലും അത് അടർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നടുവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ദിവസം മേടം 10-ന്
ഏറ്റവും ഐശ്വര്യമുള്ളൊരു ദിവസമാണ്. പലപ്പോഴും തുറക്കാത്ത പൂജയില്ലാത്ത കാവുകൾ വരെ ഇന്ന് പൂജ ചെയ്യുന്നൊരു ദിവസമാണ്. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നൊരു ദിവസമാണ്. അപ്പം നമ്മൾ നടുമ്പോൾ തന്നെ അതിലൊരു കായുണ്ട് ചെറുത്, കണ്ടോ? അപ്പോൾ അങ്ങനെ നട്ടു. അങ്ങനെ ഓരോന്നോരോന്ന് എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടില്ല. ഒരു തൈ നടുന്ന വീഡിയോ മാത്രമേ ഞാനതിൽ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഓരോ തൈകളും ഓരോന്നായിട്ട് നട്ടു. പിന്നെ കുറച്ച് തെങ്ങിൻ കപ്പ നട്ടു. അങ്ങനെ ഒരു തെങ്ങിൻ തൈ, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. വീണ്ടും മറ്റു